ദൈവത്തിന്റെ തിരുനാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുവാൻ സർവ്വകൃപാലുവായ ദൈവം ഇടയാക്കിയ വൻകൃപകളെ ഓർത്ത് ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ വീഡിയോ കാണുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നും ഞങ്ങളുടെ വീഡിയോ കാണുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് യോഹന്നാന്റെ ജീവിതാന്ത്യം എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ചാണ്. യേശുക്രിസ്തുവിന്റെ മാതാവായ കന്യകമറിയുടെ മരണം വരെ യെരുശലേമിൽ തന്നെ യോഹന്നാൻ താമസിച്ചു എന്നും അതിനുശേഷം AD 70 ഉണ്ടായ യെരുശലേമിന്റെ നാശത്തിനു മുമ്പ് എഫെസോസിലേക്ക് മാറി ഏഷ്യ മൈനറിലെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്നും കാണുന്നു. വളരെ വൃദ്ധനായപ്പോഴും വിശ്വാസികൾക്ക് ഉത്തേജനം നൽകിക്കൊണ്ടിരുന്നു. AD 95 ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ പീഡനകാലത്ത് അപ്പോസ്തലനെ എഫെസോസിൽ നിന്ന് 60 മൈൽ തെക്കു പടിഞ്ഞാറ് മാറി സ്ഥിതി ചെയ്യുന്നതും 10 മൈൽ നീളവും 6 മൈൽ വീതിയുമുള്ള പത്മോസ് എന്ന വിജനമായ ദ്വീപിലേക്ക് നാടുകടത്തുകയുമുണ്ടായി. അവിടെ വെച്ച് യോഹന്നാന് കർത്താവ് നൽകിയ ദർശനങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡൊമീഷ്യന്റെ പിൻഗാമിയായ നോർവ ചക്രവർത്തി AD 96 യോഹന്നാനെ എഫെസോസിലേക്ക് മടങ്ങി വരുവാൻ അനുവദിച്ചു എന്നും AD 98 ആരംഭിച്ച ട്രാജൻ ചക്രവർത്തിയുടെ ഭരണകാലം വരെ ജീവിച്ചിരുന്നു എന്നും കരുതപ്പെടുന്നു. എഫെസോസിൽ വച്ചായിരിക്കണം വെളിപ്പാട് പുസ്തകം എഴുതിയത്. വെളിപ്പാട് 1:6 പത്മോസ് എന്ന ദ്വീപിലായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ അങ്ങനെ ചിന്തിക്കാവുന്നതാണ്. സഭാപിതാക്കന്മാരായ പോളികാർപ്പ്, പാപ്പിയസ്, ഇഗ്നേഷ്യസ് എന്നിവർ യോഹന്നാൻ അപ്പോസ്തലന്റെ ശിഷ്യഗണത്തിൽപ്പെടുന്നു. പിൽക്കാലത്ത് പോളികാർപ്പ് സ്മൂർനായിലെയും ഇഗ്നേഷ്യസ് അന്ത്യോക്യയിലെയും ബിഷപ്പുമാരായി തീർന്നു. റോമ കൈസരിയ ഡൊമീഷ്യന്റെ ആജ്ഞപ്രകാരം യോഹന്നാനെ തിളയ്ക്കുന്ന എണ്ണയിലിട്ടിട്ട് അത്ഭുതകരമായി അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നും തെർത്തുല്യൻ പ്രസ്താവിക്കുന്നു. വളരെ വാർദ്ധക്യം വരെ ജീവിച്ചിരുന്നു എന്നും യോഹന്നാൻ സ്വാഭാവിക മരണം വരിച്ചു എന്നും വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഒരു സ്വാഭാവിക മരണം ലഭിച്ചത് നമ്മുടെ കഥാകൃത്തായ യോഹന്നാൻ എന്ന അപ്പോസ്തലനാണ്. ആയതുകൊണ്ട് തന്നെ ഇന്നും ക്രിസ്തുവിന് വേണ്ടി പോരാടുവാനും ഇന്നും ക്രിസ്തുവിന് വേണ്ടി ജീവത്യാഗം ചെയ്യുവാനും ക്രിസ്തുവിന് വേണ്ടി മരണം വരെ ജീവിച്ചിരിക്കുവാനും ശ്രമിക്കുന്നുവെങ്കിൽ എല്ലാവരെയും സർവ്വകൃപാലുവായ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.